بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولقد اخترناهم على علم على العالمين وآتيناهم من الآيات ما فيه بلاء مبين ബഹുമാന്യരായ വിശ്വാസിനികളെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം കീഴ്പ്പെട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ കഴിവിൻ്റെ പരമാവധി പിന്തുടർന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് എങ്ങനെ മരിക്കുകയാണെങ്കിലും മുത്തഖികളായി അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരായി മരിക്കാൻ പരമാവധി പരിശ്രമിക്കുക, നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു നമ്മളെ കുടുംബസമേതം അവൻ്റെ ഇഷ്ടക്കാരായി മരിക്കാൻ സാധിക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആദ്യത്തെ പേജ് മുതൽ പല രൂപത്തിൽ പല ആവർത്തി എടുത്തെടുത്തു പറഞ്ഞ ഒരു സമുദായമാണ് ബനൂ ഇസ്രായേൽ. സൂറത്തുൽ ഫാത്തിഹ മുതൽ അങ്ങനെ നീണ്ടു കിടക്കുകയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രമാത്രം അനുഗ്രഹങ്ങൾ നൽകിയ മറ്റൊരു വർഗമില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കാലത്ത് ബനൂ ഇസ്രായേൽ തസൂസുഹുമുൽ അംബിയ, അവർക്ക് എക്കാലവും നേതൃത്വം കൊടുക്കാൻ പ്രവാചകന്മാരുണ്ടായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് വരെ ബനൂ ഇസ്രായേലിന് നേതൃത്വം കൊടുക്കാൻ എക്കാലവും പ്രവാചകന്മാരുണ്ടായിരുന്നു. കുല്ലമ ഹലക നബിയും ഖലഫ നബിയും ബഅദ, ഒരു പ്രവാചകൻ മരിച്ചാൽ ഉടനെ അടുത്ത പ്രവാചകൻ അവരിലേക്ക് നിയോഗിക്കപ്പെടും. പക്ഷെ അവർ ഇസ്ലാമിക ചരിത്രത്തിൽ, വിശുദ്ധ ഖുർആന്റെ ചരിത്രത്തിൽ അവരെ നമുക്ക് ആദ്യം പരിചയപ്പെടുത്തുന്നത്, അല്ലാഹുവേ ഞങ്ങളെ അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ, അല്ലാഹുവേ നിന്റെ കോപമേറ്റ
നിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരായ ആ വർഗത്തിന്റെ കൂടെ ഞങ്ങളെ ചേർക്കല്ല പടച്ചവനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ സമുദായത്തെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോയത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്? ദാലിക ബി അന്നഹും കാനു യക്ഫുറൂന ബി ആയാത്തില്ലാഹ് വയഖ്തുലൂന നബിയ്യീന ബിഗൈരിൽ ഹഖ്. ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون. 4 കുറ്റങ്ങളാണ്. ذلك بأنهم كانوا يكفرون بآيات الله. അള്ളാഹുവിന്റെ നിയമങ്ങളോട് അവർക്ക് ഒരു കാലത്തും താല്പര്യമുണ്ടായിരുന്നില്ല. പ്രവാചകന്മാർ ജീവിച്ചിരുന്ന കാലത്ത് പോലും അവർക്ക് അനുകൂലമായ നിലപാടുകൾ പ്രവാചകന്മാരിലൂടെ വരുമ്പോൾ അത് മാത്രം അംഗീകരിക്കുകയും അവർക്കെതിരെ പ്രവാചകന്മാർ സംസാരിക്കുമ്പോൾ പ്രവാചകന്മാരെ കൊല്ലാൻ പോലും ധാർഷ്ട്യം കാണിച്ചവരാണ് അവർ. ദാലിക ബിഅന്നഹും കാനൂ യഖ്തുലൂന നബിയ്യീൻ. പ്രവാചകന്മാരെ കൊന്നു. മൂസ അലൈഹിസ്സലാമിന്റെ കഥ നമുക്കറിയാം. ഫറോവയിൽ നിന്ന് രക്ഷപ്പെട്ട മരുഭൂമിയിൽ അകപ്പെട്ട അവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മന്നയും സെൽവയും ഇറക്കിക്കൊടുത്ത് അത് സുഭിക്ഷമായി കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവരുടെ ധാർഷ്ട്യം പുറത്തു വന്നു. അവർ പറഞ്ഞു, ഉദ്ഉ ലനാ റബ്ബക യുഖ്രിജു ലനാ മിമ്മാ തുംബിത്തുൽ അർളു മിൻ ബഖലിഹാ വ ഖിസാഇഹാ വ ഫൂമിഹാ വ അദസിഹാ വ വസലിഹാ. ഇത് നിന്നും അടുത്തു. പയറ്, കുമ്പളങ്ങ, മത്തങ്ങ, പിന്നെ ചെരങ്ങ, അങ്ങനെ ഉള്ളി, വെളുത്തുള്ളി, അജാതി സാധനങ്ങളൊക്കെ, കടലൊക്കെ അങ്ങോട്ട് വരട്ടെ, അതൊക്കെ അള്ളാഹിനോട് ഞങ്ങൾക്ക് തരാൻ പറഞ്ഞാൽ മതി. കൈക്കോട്ട് പണിയെടുത്തിട്ട് അത് ഉണ്ടാക്കാനാണ് പ്രവാചകൻ നബിയുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി. മൂസ അലൈഹിസ്സലാം പണിയെടുത്താണ്ടാവണം, അതിന് വയ്യ, ഞങ്ങൾക്കിത് കിട്ട അള്ളാഹു തരണം എന്ന് വാശി പിടിച്ചവരാണവർ. വഖാലു അരിനല്ലാഹ ജഹ്റ. മൂസ, ഞങ്ങൾ നിന്നെ കുറെ കാലമായി ഇതിങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങി, ഇനി ഞങ്ങൾ അംഗീകരിക്കൂല. അരിനല്ലാഹ ജഹ്റ, ഞങ്ങൾക്ക് റബ്ബിനെ അള്ളാഹുവിനെ നേർക്ക് നേരെ ഇങ്ങോട്ട് കാണണം എന്നവർ പറഞ്ഞു. തൂർ പർവ്വതം അവരുടെ തലക്ക് മുകളിൽ ഇങ്ങനെ എടുത്തുയർത്തിക്കൊണ്ട് വൈദ്യന തക്കനാൽ ജിബാല ഫൗഖഹും വൈദ് റഫഅന ഫൗഖഹും ഉത്തൂർ. പർവ്വതത്തെ അവരുടെ മുകളിൽ ഇങ്ങനെ എടുത്തു നിർത്തിയിട്ട് ഇപ്പൊ തലയിലേക്ക് ചാടും എന്ന അവസ്ഥ വരുത്തിയിട്ട് അള്ളാഹു അവരോട് പറഞ്ഞു, ഇത് അഖദനാ മീസാഖക്കും റഫഅന ഫൗഖഹും ഉത്തൂർ ഖുദൂ മാ ആതൈനാകും ബിഖുവ്വ. ഞാൻ നിങ്ങളോട് പറയുന്നതും എന്റെ പ്രവാചകന്മാർ നിങ്ങളോട് പറയുന്നതും അങ്ങനെ തന്നെ അനുസരിച്ചിട്ടില്ലെങ്കിൽ ഈ പർവ്വതം ഇപ്പോൾ നിങ്ങളുടെ തലയിലേക്ക് ഞാനിടും എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞെന്താ, ഞങ്ങൾ കാനു സമീഅന, ആ പറഞ്ഞത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷെ ആര് ഞങ്ങൾ അംഗീകരിക്കൂല. സുബ്ഹാനല്ലാഹ്, അത് ഞങ്ങൾ അംഗീകരിക്കൂല. കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ചെവി പൊട്ടിയിട്ടില്ലല്ലോ, ഞങ്ങൾ അംഗീകരിക്കൂല. അവിടെ മുതൽ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമക്കാണ് ഇസ്രായേൽ എന്ന് പേരുള്ളത്. അദ്ദേഹത്തിന്റെ മക്കൾ 12 പേർ. ആ 12 പേരുടെ പരമ്പരകൾ വളർന്ന് പന്തലിച്ചതാണ് ലോകത്തിന്റെ 4 ഭാഗത്തും ഇന്ന് ജീവിക്കുന്ന ഇസ്രായേൽ മക്കൾ എന്ന അറബിയിൽ പറയുന്ന ബനു ഇസ്രായേൽ. യാക്കൂബ് നബിയുടെ കാലം കഴിഞ്ഞതിന് ശേഷം അവർക്ക് നിന്ദ്യതയും അപമാനവും അനുഭവിക്കേണ്ടി വന്നതുപോലെ തന്നെ അവർക്ക് അതിസമ്പന്നതയും അധികാരവും അവരിൽ 2 ചക്രവർത്തിമാർ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചു നൽകിയിരുന്നു അവർക്ക്. പക്ഷെ ഒരേപോലെ അനുഗ്രഹങ്ങളെയും തിരിച്ചടികളെയും ഒരുപോലെ ധാർഷ്ട്യത്തിനും നന്ദികേടിനും വേണ്ടി മാത്രമാണ് അവർ ഉപയോഗപ്പെടുത്തിയത്. അതേ സമയത്ത് അവർ പറയുമായിരുന്നു, വഖാലു നഹ്നു അബ്നാഉല്ലാഹി വ അഹിബ്ബാഉഹു, ഞങ്ങൾ അള്ളാന്റെ മക്കളും സ്വന്തക്കാരുമാണെന്ന് അവർ പറയുകയും ചെയ്യും. അള്ളാഹുവിന്റെ മക്കളും സ്വന്തക്കാരുമാണ്, ഞങ്ങൾ പ്രിയപ്പെട്ടവരുമാണ് ഞങ്ങൾ എന്ന് പറയുകയും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ എല്ലാ കാലത്തും എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കുകയും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ആര് പറഞ്ഞാലും അതിനോട് ധാർഷ്ട്യത്തോടുകൂടി മാത്രം സമീപിക്കുകയും ചെയ്തിരുന്ന ഒരു സമുദായം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫബാഉ ബിഗളബിൻ മിനല്ലാഹ്, അവർ അള്ളാഹുവിന്റെ കോപത്തിന് ആവുകയുണ്ടായി. ഫബാഉ ബിഗളബിൻ അലാ ഗളബിൻ, വെറും കോപമല്ല, കോപത്തിന് മേൽ കോപവുമായിട്ടാണ് അവരുടെ ജീവിതമുള്ളത്. മറ്റൊരിടത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവർ
അവർ ലതജിദന്ന അസദ്ദന്നാസി അദാവത്തൻ ലില്ലദീന ആമനുല്ലദീന ആമനുൽ യഹൂദ വല്ലദീന അശ്റകൂ ലതജിദന്നാസ അശദ്ദു അദാവത്തൻ ലില്ലദീന ആമനുൽ യഹൂദ്. ഈമാനുള്ള സത്യവിശ്വാസികൾക്ക് എക്കാലവും കഠിന ശത്രുപക്ഷത്ത് ഒന്നാം സ്ഥാനത്തുണ്ടാവുക അവരായിരിക്കും. മുഅ്മിനീങ്ങൾ പഠിച്ചു നോക്കേണ്ട ഒരു സംഗതിയാണ്. അതാണ് അവർ തുടർന്നു വരുന്നത്. അവർക്ക് ഒരു കാലത്തും നന്ദിയുടെയോ ഐക്യത്തിന്റെയോ ഒരുമയുടെയോ സന്ദേശം ലോകത്തിന് പ്രസരിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിൽ പലതവണ ചതിച്ചവരാണവർ. ഒരുപാട് കാലത്തെ ആയിരത്താണ്ടുകൾ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും അവരെ കുറിച്ചൊരു നല്ലത് പറയാൻ മുസ്ലിങ്ങളോ അല്ലാത്തവരോ ആയ എഴുതി വെച്ച ചരിത്രങ്ങളിൽ ഒന്നുമില്ല. ഇസ്ലാമിന്റെ ആവിർഭാവ കാലം മുതൽ തന്നെ അവർ ഇസ്ലാമിനെതിരായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ അവർ മക്കയിലെ മുശ്രിക്കുകളോട് കൂട്ടുകൂടിയിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടി കുതന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. ഖന്തക്ക് യുദ്ധത്തിന്റെ സമയത്ത് സന്ധിയിലുണ്ടായിരുന്ന ഉടമ്പടിയിലുണ്ടായിരുന്ന മദീനയിലെ യഹൂദ ഗോത്രങ്ങൾ 10,000-ഓളം വരുന്ന ശത്രുപടയാളി അറബ് മുശ്രിക്ക് പടയാളികൾ മദീനയെ വളഞ്ഞപ്പോൾ കരാറിൽ നിന്ന് പിന്മാറി ശത്രുക്കൾക്ക് മുസ്ലിമീങ്ങളെ ആക്രമിക്കാനുള്ള സൗകര്യമുണ്ടാക്കി കൊടുത്തവരാണവർ. അതിന്റെ പേരിലാണ് അവർ മദീനയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത്. അവരുടെ വിവിധ ഗോത്രങ്ങൾ കൈറുക്കാഴ് റലീർ മുതലായ ഗോത്രങ്ങളൊക്കെയും അവിടെ നിന്ന് പുറത്താക്കപ്പെടുന്നത് ഈ ചതിയുടെ പേരിലാണ്. അപ്പോൾ ചതിയുടെയും വഞ്ചനയുടെയും അക്രമത്തിന്റെയും മാർഗങ്ങളല്ലാതെ ചരിത്രമല്ലാതെ അവർക്ക് യാതൊന്നുമില്ല. സത്യധർമാദികളോടോ സാംസ്കാരിക മൂല്യങ്ങളോടോ മനുഷ്യത്വത്തോടോ അവർക്ക് ഒരു കാലത്തും താല്പര്യമുണ്ടായിരുന്നില്ല. അവരെ കുറിച്ച് പറഞ്ഞാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മിന്നജലി ദാലിക കതബനാ അലാ ബനി ഇസ്രായീല അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ അന്നാസ ജമീഅ. ബനൂ ഇസ്രായേലികൾക്ക് നാം നിയമമാക്കിയിരുന്നു, അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ, അന്യായമായി ഒരാളെ കൊന്നാൽ, സുബ്ഹാനല്ലാഹ്, എന്താ ഇപ്പൊ നടക്കണം നോക്കണേ. അറബ് ലോകത്ത് അവരും പാശ്ചാത്യ ഭീകരന്മാരുടെ പിന്തുണയോടുകൂടി അറബ് ലോകത്ത് അവർ അഴിഞ്ഞാടുകയാണ്. കൊച്ചു കൊച്ചു രാഷ്ട്രങ്ങളെ ഒന്നൊന്നായി അവരുടെ സൈനിക ശേഷി കൊണ്ട് അവർ തകർത്ത് തരിപ്പണമാക്കി ഒന്നുമല്ലാതാക്കുന്നത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞതാവട്ടെ, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർള്, കൊലപാതകത്തിന് പ്രതിക്രിയയായോ ഭൂമിയിൽ നിൽക്കക്കള്ളിയില്ലാത്ത വിധത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നതിന്റെ പേരിലല്ലാതെ ഒരു മനുഷ്യന്റെ ജീവഹാനിക്ക് നിങ്ങൾ കാരണക്കാരായാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ശിക്ഷ ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, ലോകത്തെ മുഴുവനും മനുഷ്യരുടെ കൊലപാതകത്തിന്റെ കുറ്റമാണ് നിങ്ങൾക്ക് അതിന് ചാർത്തപ്പെടുക, ശിക്ഷയാണ് ലഭിക്കുക. വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ, ഒരാളുടെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ജീവൻ നൽകിയതിന്റെ പുണ്യവും പ്രതിഫലവും നിങ്ങൾക്ക് നൽകപ്പെടും എന്ന് ആ സമുദായത്തോട് ഞാൻ പ്രത്യേകമായി നിയമമാക്കിയിരുന്നു എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മാഇദയുടെ 32-ാമത്തെ വചനത്തിൽ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതുമെല്ലാം എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി, പരിശുദ്ധ ഖുർആൻ പറയുന്നത് വലഖദ് ഇഖ്തർനാഹും അലാ ഇൽമിൻ അലൽ ആലമീൻ, അവർ എന്തായിത്തീരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു, അവരെന്തായിത്തീരുമെന്ന് കൃത്യമായി അറിയാമായിരുന്നു. എന്നിട്ടും നാം അവരെ ഒരു കാലത്ത് ലോകത്തെ മുഴുവൻ മനുഷ്യരുടെ നേതൃത്വത്തിൽ വഫല്ലല്ലാഹും അലൽ ആലമീൻ, ലോകത്തിന്റെ നായകന്മാരും നേതാക്കന്മാരും ശ്രേഷ്ഠരുമായി നാം അവരെ വെച്ചിരുന്നു. അതേ സമയത്ത് വആതൈനാഹും മിനൽ ആയാതി മാ ഫീഹി ബലാഉം മുബീൻ, എക്കാലവും നന്മയിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്ന, തിരിച്ചറിവുണ്ടാകാൻ പറ്റുന്ന രൂപത്തിലുള്ള കഠിനമായ ശിക്ഷയും അപകടങ്ങളും ആപത്തുകളും അവർക്ക് നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ അനുകൂലവും പ്രതികൂലവുമായ പരീക്ഷണങ്ങളൊക്കെയും ഉണ്ടായിട്ടും അവർ പറഞ്ഞത് മരണാനന്തരം ഒരു ജീവിതമില്ല എന്നാണ് എന്ന് സൂറത്ത് ദുഖാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയും.
പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി, പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞതാം ഹസിബുത്തും തദ്ഖുലുൽ ജന്ന വലമ്മ യഗ്തിക്കും മസലുല്ലദീന ഖലൂ മിൻ ഖബ്ലിക്കും മസ്സത്തുഹുമുൽ ബഅ്സാഉ വദ്ദറാഉ വസുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅഹു മത്താ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹു ഒരു ദരിദ്രനായ, ഇസ്ലാമിലെ ആദ്യകാല മുസ്ലിമീങ്ങളിൽപ്പെട്ട ദരിദ്രനായ ഒരു കൊല്ലപ്പണിക്കാരനാണ്. അദ്ദേഹം ഉമ്മു അന്മാറായ എന്ന ഒരു ബഹുദൈവ വിശ്വാസിനിയായ സമ്പന്നയുടെ അടിമയാണ്. ആ അടിമപ്പണി ചെയ്യുന്ന ഹബ്ബാബ് വാൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനുമാണ്. മക്കയിലെ ഖുറൈശി പ്രമാണിമാരിൽ ഒരാളായിരുന്ന ആസുബിൻ വായിൽ ഒരു വാളുണ്ടാക്കാൻ അവിടെ ചെല്ലുന്നു. ആ വാളിന്റെ വില ചോദിക്കുമ്പോൾ ആസുബിൻ വായിൽ പറയുന്നു, നിനക്ക് പരലോകത്തുനിന്ന് കിട്ടുന്നതാണല്ലോ നീ വിശ്വസിക്കുന്നത്, അവിടുന്ന് കിട്ടിക്കോളും, ഞാൻ തരൂല. ചുരുക്കത്തിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചമുളിയായി മുളയിലിരുന്ന പഴുത്ത വാള് വെച്ചിട്ട് ആസിബിൻ വായിൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം ആ സകലം കുത്തിപ്പൊള്ളിച്ചു. മാംസത്തിൽ നിന്ന് പുകയും കരിയുമായി ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഇറങ്ങി ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്കാണ്. കഅബയുടെ താരത്തിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ കരിഞ്ഞ ശരീരവുമായി പുകയുമായി വരുന്ന ഖബ്ബാബിനെ കണ്ടു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അലാ തദഊനനാ യാ റസൂലല്ലാഹ് അലാ തസ്തഗ്സൂനനാ. എന്റെ പ്രിയപ്പെട്ടവർ, കൃത്യമായി പഠിക്കേണ്ടുന്ന രണ്ട് പദമാണത്. ഈ സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്നത് ഇറാനിന് നേരെയാണ്, ഇന്നലെ ഇത് പലസ്തീനിലായിരുന്നു, നാളെ അത് നമുക്ക് നേരെയും ആവാം, ഏത് രൂപത്തിലുമാവാം. രണ്ട് കാര്യങ്ങളാണ് ആയത്ത് നമ്മളോട് പറയുന്നത്. എന്താണ്? അലാ, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, അലാ തദ്ഊനനാ യാ റസൂലല്ലാഹ് അലാ തസ്തഗ്സൂനനാ യാ റസൂലല്ലാഹ്. അള്ളാഹുവിന്റെ ദൂതരെ, നമുക്ക് ഈ അത്യാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവോടൊന്ന് പ്രാർത്ഥിച്ചുകൂടെ? സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങളെ, നമ്മുടെ പ്രാർത്ഥന ഉത്തരം കിട്ടുന്ന സമയമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച സമയങ്ങൾ, യാത്രകൾ, ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ, സൽക്കർമ്മങ്ങൾ ചെയ്തതിനു ശേഷം, ഇത്യാദി സമയങ്ങളിലൊക്കെ ഈ നമ്മുടെ പ്രാർത്ഥന തടയപ്പെടുകയില്ല എന്ന് മുസ്തജാബത്തുകളായ ദുആഇന്റെ സമയങ്ങളാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അലാ തദഊനനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, നമുക്ക് എന്തുകൊണ്ട് ഇവർക്കെതിരെ ഒരു സഹായത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൂടാ? അലാ തസ്തഗ്സൂനനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, നമുക്ക് എന്തുകൊണ്ട് ഒരു സഹായാർത്ഥന, ഇസ്തിഗാസ അല്ലാഹുവോട് നടത്തിക്കൂടാ നബിയെ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇറങ്ങിയ ആയത്താണ് അം ഹസിബുതും അൻ തദ്ഖുലുൽ ജന്ന. മുഅ്മിനീങ്ങളെ, സ്വർഗമാണല്ലോ നിങ്ങളുടെ പ്രതീക്ഷ, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ പ്രാർത്ഥന അതിനു വേണ്ടിയാണല്ലോ. അവിടെ നിങ്ങൾ പ്രവേശിക്കണമെങ്കിൽ അം ഹസിബുതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു വലമ്മാ യഅതികും മസലുല്ലദീന ഖലൂ മിൻ ഖബ്ലികും. നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന മുസ്ലിമീങ്ങൾ കാലാകാലങ്ങളായി അനുഭവിച്ചു കൊണ്ടിരുന്ന കഷ്ടപ്പാടുകളും പീഡനങ്ങളും ആക്രമണങ്ങളും ഭയപ്പാടിന്റെ അന്തരീക്ഷവും നിങ്ങളും നേരിടേണ്ടി വരും. വസുൽസിലു, അവർ ജീവഭയത്താൽ കിടുകിടെ വിറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളും എത്തിപ്പെടും. അങ്ങനെ എത്തിപ്പെടുന്ന സമയത്ത് പ്രവാചകന്മാർ പോലും ചോദിക്കും, ഹത്താ യഖൂല റസൂലു വല്ലദീന മഅഹു മതാ നസ്റുല്ലാഹ്, എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവുക എന്ന് ഭയപ്പാടോടുകൂടി ചോദിച്ചു പോകുന്ന ഒരു സമയം വരും മുസ്ലിം ഉമ്മത്തിന് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. അത് വെച്ച് നമ്മൾ മറ്റുള്ളവരുടെ അക്രമത്തെയും തോന്നിവാസങ്ങളെയും ഒക്കെ അപലപേരിനെ സഹിച്ചുകൊണ്ടിരിക്കണം, അതൊക്കെ നമുക്ക് വരാനുള്ളത് തന്നെയാണെന്ന് വിചാരിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. നമ്മുടെ മുമ്പിലുള്ള മാർഗം പ്രാർത്ഥനയാണ്. ലോകത്തെവിടെ മനുഷ്യർ ആക്രമിക്കപ്പെടുന്നുവെങ്കിലും മർദ്ദിക്കപ്പെടുന്നുവെങ്കിലും പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിലും അത് നമ്മുടെ സഹോദരങ്ങളാണ്. അങ്ങനെയാണല്ലോ
അല്ലേ? ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസാ. നിങ്ങൾ എവിടെയായിരുന്നാലും, ഏത് വർഗക്കാരനായാലും, ഏത് മതക്കാരനായിരുന്നാലും, നിങ്ങളെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. എവിടെ അടി വീഴുന്നുവോ അത് എന്റെ പുറത്ത് വീഴുന്ന അനുഭവമാണ് എനിക്കുള്ളത് എന്ന് പണ്ട് കേരളത്തിൽ ഒരു മഹാനായ സാമൂഹിക പ്രവർത്തകൻ പറഞ്ഞിട്ടുണ്ട്. ലോകത്തെവിടെ മനുഷ്യരുടെ മുതുകത്ത് അടി വീണാലും വേദനിക്കുന്നത് എന്റെ മനസ്സിലാണ് എന്ന്. ആ ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങളുടേതാണ്. മുഅ്മിനീങ്ങളുടേത് ആവണം. അവിടെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസാ. അവിടെ നിന്നും ഒരു പടി കയറിയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ. നിങ്ങൾ മനുഷ്യരെന്ന നിലയിൽ സഹോദരങ്ങളാണ്. അവിടെ നിന്നും അപ്പുറത്ത് മുഅ്മിനീങ്ങൾ എന്ന നിലയിൽ നിങ്ങൾ ആദർശം കൊണ്ടും രക്തം കൊണ്ടും സഹോദരങ്ങളാണ്. അതുകൊണ്ട് കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം. ഒരു മനുഷ്യന്റെ എല്ലാ സംഗതികളും, മുസ്ലിമായ ഒരു മനുഷ്യന്റെ എല്ലാത്തിനോടും മറ്റുള്ളവർക്ക് ആദരവും ബഹുമാനവും ഉണ്ടാവണം. ദമുഹു വ മാലുഹു വ ഇർളുഹു. അതവന്റെ ജീവനാണെങ്കിലും അവന്റെ സമ്പത്താണെങ്കിലും അവന്റെ അഭിമാനമാണെങ്കിലും അതിനെ നിങ്ങൾ ആദരിക്കണം. ആ ആദരവ് നഷ്ടപ്പെടുന്നിടത്ത് പ്രതികരണശേഷി നഷ്ടപ്പെടുന്നിടത്ത് പ്രാർത്ഥിക്കാനെങ്കിലും നമുക്ക് കഴിയണം. മറാമിക്കും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി വമൻ യസ്തതി ഫബിലിസാനി വമൻ യസ്തതി ഫബിഖൽബി. ഒരു വേണ്ടാവൃത്തി കണ്ടാൽ അത് നിങ്ങൾ തടയണം, ശക്തി കൊണ്ട് തടയണം. അതിന് പറ്റാത്തിടത്താണെങ്കിൽ പറഞ്ഞു തടയാൻ നോക്കണം. അതിനും പറ്റാത്തിടത്താണെങ്കിൽ നിങ്ങൾ അവരെ വെറുക്കണം. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ അവരെ വെറുക്കണം. അതിനും നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ വലൈസ വറാഅ ദാലിക ഹബ്ബത്തു ഖർദലിൻ മിൻ ഈമാൻ. പിന്നീട് നിങ്ങളുടെ മനസ്സിൽ ഈമാനിന്റെ ഒരു തരിമ്പെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾ പറയരുത്. ഇല്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് വിശുദ്ധ ഖുർആൻ ഈ ഒരു ജനവിഭാഗത്തെ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കി തന്നത്. ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട, നിങ്ങൾ ഇത്രമാത്രം ആക്രമിക്കപ്പെട്ട, ഇത്രമാത്രം ആട്ടിയോടിക്കപ്പെട്ട, ഇത്രമാത്രം ബഹിഷ്കരിക്കപ്പെട്ട ഒരു സമുദായം വേറെയില്ല. ഇത്രമാത്രം അനുഗ്രഹങ്ങൾ കൊണ്ട് ആദരിക്കപ്പെട്ട, ഇത്രമാത്രം പടച്ചതമ്പുരാന്റെ നേർക്ക് നേരെയുള്ള മേൽനോട്ടത്തിൽ ജീവിക്കാൻ അനുഗ്രഹിക്കപ്പെട്ട, ഇത്രമാത്രം അധികാരങ്ങൾ നൽകപ്പെട്ട ഒരു സമുദായവും വേറെയില്ല. അപ്പോൾ അവർക്ക് ലഭിച്ച നന്മകളെയും അവർക്ക് ലഭിച്ച തിരിച്ചടികളെയും എല്ലാം ദൈവനിഷേധത്തിനും നന്ദികേടിനുമാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ. പടച്ചവനെ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ് ഞങ്ങളുടെ പ്രതീക്ഷ, ഞങ്ങളുടെ ആഗ്രഹം. നിന്റെ കോപമേറ്റവരുടെ മാർഗത്തിൽ ഞങ്ങളെ ചേർക്കല്ലേ പഠിച്ചവരെ. ഞങ്ങളെ യഹൂദികളാക്കല്ലേ എന്നല്ല, ഞങ്ങളെ ഇസ്രായേലികളാക്കല്ലേ എന്നല്ല. യഹൂദികളായ ഇസ്രായേലികളായ ആ ജനവിഭാഗത്തിന്റെ സ്വഭാവം അതില്ലാതെ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ എന്നാണ്. ആരാണവർ എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തരം പറഞ്ഞത് യഹൂദികളാണ് എന്നാണ്. അവർ ഇതേ സ്വഭാവം തന്നെയായിരിക്കും തുടരുക. പക്ഷേ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞെന്തറിയോ? വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. ഈ മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ സഹായിക്കുക എന്നത് നാം നമ്മുടെ നിർബന്ധമായ ബാധ്യതയായി ഏറ്റെടുത്തിട്ടുണ്ട്. വലാ തഹിനൂ വലാ തഹ്സനൂ വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല, നിങ്ങൾ നിസ്സാരന്മാരാണെന്ന് വിചാരിക്കുകയും വേണ്ട. ഒന്നിനും കഴിയാത്തവരല്ല നിങ്ങൾ. വഅൻതുമുൽ അഅലൗൻ, നിങ്ങൾ തന്നെയായിരിക്കും ഉന്നതന്മാർ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളുടെ ഈമാൻ ശരിയാണെങ്കിൽ, നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാണെങ്കിൽ, ദൈവിക സഹായത്തിന് യോഗ്യരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സഹായമുണ്ടാകും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ സഹോദരങ്ങളെ അന്യായമായി മർദ്ദിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നവർക്ക് അതിനെതിരെ പ്രാർത്ഥിക്കുക. നമ്മൾ അവരിലൊരാളായി ആക്രമിക്കപ്പെടുന്നവരുടെ കൂടെ നിൽക്കുക. അക്രമികളെ ന്യായീകരിക്കാതിരിക്കുക. ഈ ദുസ്വഭാവങ്ങൾ നമുക്കില്ലാതിരിക്കുകയും ചെയ്യുക എന്നത് ഇക്കാലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. മുസ്ലിമീങ്ങൾക്ക് 14ാം നൂറ്റാണ്ടിന്റെ ചരിത്രമാണുള്ളത്. ഈ 14ാം നൂറ്റാണ്ടിന്റെ ചരിത്രം
ഇത് ഏകദേശം ഇതിന് സമാനമായി പോയ കാലങ്ങളുണ്ട്. വിശ്വാസപരമായും സാമ്പത്തികമായും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും അള്ളാഹുവിന് നിഷേധിക്കാനും നന്ദികേടനും ഉപയോഗിച്ച കാലം മുസ്ലിം ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. അവിടെ നിന്നുകൊണ്ടൊക്കെയാണ് ഒരു തിരിച്ചടി കാണുമ്പോഴെങ്കിലും ആ തിരിച്ചടിയുടെ കാരണങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ആ കാരണങ്ങളിൽ അകന്ന് ജീവിക്കാനുള്ള ഒരു സന്മനസ് ഉണ്ടാവുകയും ചെയ്യുക എന്നതാണ് സാഹചര്യം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ചുരുക്കത്തിൽ പറയാനുള്ളത്, എല്ലാ തരത്തിലുള്ള അക്രമങ്ങളെയും, അങ്ങനെയാണല്ലോ ഹജ്ജത്തുൽ വദാഇലെ പ്രസംഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാലക്കും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമിക്കും ഹാദാ ഫി ബലദിക്കും ഹാദാ ഫി ശഹരിക്കും ഹാദാ. ഞാൻ ഹജ്ജ് ചെയ്യുന്ന ഈ മക്ക രാജ്യത്ത് ഈ ദുൽഹജ്ജ 9 നിങ്ങൾ എന്ത് പവിത്രത കാണുന്നുവോ ഇതേ പവിത്രത, ഇതേ ആദരണീയത, ഇതേ ബഹുമാനം നിങ്ങൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ജീവനും സ്വത്തിനും അവരുടെ അഭിമാനത്തിനും കാണണം, നൽകണം, ഉപദ്രവിച്ചുകൂടാ എന്ന് പറഞ്ഞത് സമാധാനത്തിന്റെ മതമാണ്. ആ സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഈമാനും തഖ്വയും കൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ കഴിയണം. ഈമാനും തഖ്വയും കൊണ്ട്, തൗഹീദും സുന്നത്തും കൊണ്ട്, ഇബാദത്തുകൾ കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ സംരക്ഷണം നേടാൻ നമുക്ക് കഴിയണം. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും മുഴുവൻ മുസ്ലിമീങ്ങളെയും നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് രക്ഷിച്ചെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ വിശുദ്ധമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൽ അമീൻ വഅലാ ആലിഹി വഅസ്വാജിഹി ത്വാഹിറാത്തി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ വഹസ്ന ഉലൈക റഫീഖ അമ്മാ ബഅദ അയ്യുഹൽ ഇഖ്വാൻ ഇത്തഖുല്ലാഹ വകൂനു ഇബാദല്ലാഹ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൽ തഖ്വയുള്ള, സുന്നത്തുകളെ പരമാവധി പിന്തുടരുന്ന, എവിടെ വെച്ച് എങ്ങനെ മരിക്കേണ്ടി വന്നാലും അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടി മരിക്കാൻ സാധിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, യഥാർത്ഥ മുത്തഖികളിൽ അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് ഏതാണെന്ന ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ മറുപടി അസ്വലാത്തു അലാ വഖ്തിഹ എന്ന. സമയാസമയങ്ങളിൽ മുറ തെറ്റാതെ, സമയം തെറ്റാതെ നമസ്കരിക്കുക, നമസ്കരിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന എന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ നരകമോചനത്തിന്റെ കാരണമായി പറഞ്ഞതും സ്വർഗപ്രവേശനത്തിന്റെ കാരണമായി പറഞ്ഞതും സ്വർഗം അനന്തരാവകാശമെടുക്കുന്നവരുടെ ലക്ഷണമായി പറഞ്ഞതും സ്വർഗലോകത്ത് ആദരിക്കുന്നവരുടെ ലക്ഷണമായി പറഞ്ഞതും നമസ്കാരമാണ്. വല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ വല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ എന്നൊക്കെയാണ്. ദുസ്വഭാവങ്ങളിൽ, ദുശീലങ്ങളിൽ വിട്ടുനിൽക്കാനുള്ള മാർഗം എന്താണെന്ന ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ നൽകുന്ന മറുപടിയും ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ എന്നാണ്. എപ്പോഴും അള്ളാഹുവിന്റെ ഓർമ്മ നിലനിർത്തുവാനും ദുശീലങ്ങളിൽ, ദുസ്വഭാവങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാനും നിരന്തരമായി നമസ്കരിച്ചു കൊണ്ടിരുന്നാൽ മതി എന്ന്. മൂസ കലീമുല്ലാഹി അലൈഹിസ്സലാമയോട് നമസ്കരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് എന്തിനാണെന്ന് കൂടി അള്ളാഹു പറഞ്ഞു. അഖിമി സ്വലാത്ത ലിദിക്രി എന്ന്, എന്റെ ഓർമ്മ നിലനിർത്താൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞത്. ഇതേ നമസ്കാരത്തെ തന്നെയാണ് വിശുദ്ധ ഖുർആൻ നരകാവകാശികളുടെ ലക്ഷണമായി പഠിപ്പിച്ചതും. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഊഹും വഇദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല യുറാഉന നാസ് വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ എന്ന് ഖുർആൻ പഠിപ്പിച്ചു. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ, കപടന്മാർ അള്ളാഹുവെ ചതിക്കാം, പറ്റിക്കാം എന്ന് വിചാരിക്കുന്നു. വഹുവ ഖാദിഊഹും, യഥാർത്ഥത്തിൽ ചതി കൊടുക്കുന്നത് അവർക്ക് തന്നെയാണ്.
എന്നിട്ട് അവരുടെ ലക്ഷണം പറയാം അല്ലാഹു. ആരാണ് കപടന്മാർ? വൈദാ ഖാമൂ ഇല സ്വലാത്തി, അവർ നമസ്കരിക്കാൻ നിൽക്കുന്നത് ഖാമൂ കുസാല, മടിയന്മാരും അലസന്മാരുമായി കൊണ്ടായിരിക്കും. അത് മുസൽമാന്റെ ലക്ഷണമല്ല. യുറാഉനന്നാസ്, അവർ ആരെയൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടിയായിരിക്കും നമസ്കരിക്കുന്നതിന്റെ പ്രിയപ്പെട്ട മക്കള്. വാപ്പ പറഞ്ഞതിന്, ഇമ്മ പറഞ്ഞതിന്, ഉസ്താദ് പറഞ്ഞതിന്, അവിടെ കോളേജ് ചോദിക്കുന്നതിന്, സ്കൂളിൽ ചോദിക്കുന്നതിന്, പള്ളി ചോദിക്കുന്നതിന്, കല്യാണം കഴിച്ചാൽ ഭർത്താവിന്റെ വീട്ടിൽ പോയാൽ ഭാര്യയുടെ വീട്ടിൽ പോയാൽ നിസ്കരിക്കാതിരിക്കാൻ പറ്റൂല എന്നുള്ളൊരു ഉണ്ടല്ലോ അല്ലേ? കൂട്ടുകാരൊക്കെ നിസ്കരിക്കുന്നവരാണെങ്കിൽ നിസ്കരിക്കാതുള്ള രൂപമുണ്ടല്ലോ. അല്ലെങ്കിൽ ഇല്ല. യുറാഉനന്നാസ്. 3 വല യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ, ആ നമസ്കാരത്തിൽ അവർക്ക് അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവില്ല. അവർ നിസ്കരിക്കുന്നുണ്ടാകും, അതൊരു മടിയോടെയായിരിക്കും, ആരെയോ ബോധിപ്പിക്കാനായിരിക്കും. അവിടെ അവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും അധികമായിട്ടുണ്ടാവില്ല. മാത്രമല്ല മുദബ്ദബീൻ എന്നോട് പറഞ്ഞ് ചില പിറുപിറുക്കൽ മാത്രമായിരിക്കും അവരിൽ ഉണ്ടാവുക. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. മറ്റൊന്ന് ഖുർആൻ പറഞ്ഞത് വല്ല ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നമസ്കാരത്തെക്കുറിച്ച് അലസതയും അശ്രദ്ധയും മറവിയും കാണിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന ആളുകൾക്ക്, നമസ്കരിക്കാത്തവർക്കല്ല, നമസ്കരിക്കുന്നവർക്കാണ് നാശം. പക്ഷെ അവർക്ക് ആ നമസ്കാരങ്ങളെ കുറിച്ച് ചില അലസതകളുണ്ട്, അശ്രദ്ധകളുണ്ട്. മഹാപണ്ഡിതന്മാർ വിവക്ഷിച്ചത് വൈലുലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ എന്ന ആയത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തിലെ അലസതകളല്ല, നമസ്കാരത്തിനുള്ളിലെ അശ്രദ്ധകളല്ല. പിന്നെയോ നമസ്കാരത്തിന്റെ പുറമെ നമസ്കാരത്തിന് വേണ്ടിയുള്ള ചില ക്രമീകരണങ്ങളുണ്ട്. നമ്മൾ ഷർത്തുകൾ എന്ന പേരിൽ പഠിച്ച ചില ക്രമീകരണങ്ങൾ, ആ ക്രമീകരണങ്ങൾ പാലിക്കുന്നതിലും ശ്രദ്ധിക്കുന്നതിലും പൂർണ്ണമാക്കുന്നതിലും നമ്മൾക്കുണ്ടാകുന്ന അലസത, അത് നാശത്തിലേക്കുള്ള പോക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു. വിശദീകരിച്ച മുഫസ്സിറുകളും ഫഖഹാക്കളും ഒക്കെ പറയും നമസ്കാരത്തിന്റെ ഷർത്തുകൾ 5 ആകുന്നു അല്ലേ? ആ 5-ൽ ഏതെങ്കിലും ഒന്ന് അതിന്റെ പരിപൂർണതയിലെത്തിയിട്ടില്ലെങ്കിൽ അവരുടെ നമസ്കാരം സ്വീകാര്യമാവുകയില്ല. സുബ്ഹാനല്ലാഹ്, മുഅ്മിനീങ്ങൾ നല്ലോണം പഠിച്ചു വെച്ചോളി. നമ്മളൊക്കെ പഠിച്ചാണ് നമസ്കാരത്തിന്റെ ഷർത്തുകൾ ഏതൊക്കെയാണ്. സമയമായി എന്നറിയൽ, ഖിബിലയിലേക്ക് തിരിയൽ, നജസിൽ നിന്ന് വൃത്തിയാവൽ, അല്ലെ, നഗ്നത മറക്കൽ, പിന്നെന്താണ് വുളൂ. പഠിച്ചല്ലേ? 5 ഷർത്തുകൾ. ഈ 5-ൽ ഏതെങ്കിലും ഒന്നോ, 5-ൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് അല്പമോ വിട്ടുപോയാൽ, പൂർണ്ണമല്ലെങ്കിൽ നമ്മുടെ ഇബാദത്തുകൾ കബൂലാവുകയില്ല. ഏറ്റവും ആദ്യം ചർച്ചയ്ക്ക് വരേണ്ടത് സത്റുൽ ഔറ എന്നതാണ്. നഗ്നത മറയുക, നഗ്നത മറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പുരുഷന്മാരെങ്ങനെയാണ്, സ്ത്രീകൾ എങ്ങനെയാണ് നഗ്നത മറക്കേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമസ്കരിക്കാൻ നിന്നപ്പോൾ ഉള്ള ഒരു സംഭവം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. കാനലി ആയിഷ റളിയല്ലാഹു അൻഹാ ഖിറാമൻ. ബുഖാരി റിപ്പോർട്ടാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഒരു പുള്ളിപ്പുതപ്പുണ്ടായിരുന്നു. എന്തിനാണ് പുള്ളിപ്പുതപ്പ് എന്നറിയോ? വീടിന്റെ ചുമര് മറക്കാനായിട്ട്, പുറത്തുനിന്ന് ആൾക്കാർ കാണാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു പുള്ളിപ്പുതപ്പുണ്ടായിരുന്നു, ഖിറാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആയിഷ ബീവിയുടെ വീട്ടിൽ വന്ന് നമസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ അമീത്തി അന്നീ ഖിറാമക്കി, ആയിഷ ആ പുള്ളിപ്പുതപ്പോടുന്ന് മാറ്റിയേക്ക്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചോളി കേട്ടോ, നിങ്ങൾ ആലോചിച്ചോളി. ഫഇന്നഹു ലാ തസാലു തസാവീരി തഅരുദു ഫീ സ്വലാത്തി. കാരണം ആ വസ്ത്രത്തിലെ മറയിലെ ആ പുതപ്പിലെ പുള്ളികളും ചിത്രപ്പണികളും വരകളും നിസ്കരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഓർമ്മ വന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് അതാ ഇവിടെ വേണ്ട. പടച്ചോനെ, നമ്മുടെ സഫിന്റെ ബാക്കിൽ ഇതിങ്ങനെ ആലോചിച്ചാൽ എല്ലാ ലോകത്തുള്ള എല്ലാ ഫുട്ബോൾ താരങ്ങളും ക്രിക്കറ്റ് താരങ്ങളും അല്ലേ, ആരൊക്കെയാണോ ഉള്ളത് അതൊക്കെ നമ്മുടെ കുട്ടികളുടെയും ചെറുപ്പക്കാരുടെയും ഒക്കെ പിന്നെ ടീഷർട്ടിന്റെ പാന്റിന്റെ ബാക്കിലുണ്ട്. എഴുത്തായി, കുത്തായി, ചിത്രങ്ങളായി.
ചുരുക്കത്തിൽ മുമ്പിൽ നിൽക്കുന്ന ആൾക്ക് മാത്രം ആ സെഫിൽ മാത്രമേ ഇപ്പൊ നിസ്കരിക്കുമ്പോൾ ഒന്നും കാണാതിരിക്കുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന സംഗതി ഇതിന്റെ ഷർത്താണ് നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യം നമ്മുടെ ഇബാദത്തോ പോയി, നമ്മൾ മുഖാന്തിരം മറ്റുള്ളവരുടെ ഇബാദത്തുകൾ കൂടി പോകും. അതുകൊണ്ട് എങ്ങനെയാണ് നമസ്കാരത്തിൽ മറ്റുള്ളപ്പോഴും മുസൽമാൻ വസ്ത്രം ധരിക്കേണ്ടത് എന്നതെങ്കിലും വൃത്തിയായി പഠിച്ചു വെക്കണം. പ്രാഥമിക എന്റെ പ്രിയപ്പെട്ട മക്കളോട്, യുവാക്കളോട്, അവരുടെ മാതാപിതാക്കളോട് പറയാനുള്ളത്, ഈ എഴുത്തുകുത്തുകളും നാട്ടുകാരുടെ ആ വലിയ മറ്റുള്ള കമ്പനികളുടെ പരസ്യങ്ങളും നമ്മുടെ പൈസ കൊടുത്ത് നമ്മുടെ മുതുകത്ത് വെക്കേണ്ടതല്ല. പൈസ നമ്മൾ കൊടുക്കുന്നു, എന്നിട്ട് മറ്റുള്ളവരുടെ ചിത്രവും പരസ്യവും നമ്മുടെ മുതുകത്ത് വെച്ച് കോമാളി കെട്ടിക്കുന്നത് അല്ലേ, അത് വാപ്പയുമ്മയും പോയി വാങ്ങിക്കൊടുക്കുന്നു. സ്കൂളിൽ പോകുമ്പോൾ ബാക്കിൽ ഇങ്ങനെ നോക്കിയാൽ നഴ്സറിക്കൊക്കെ പോകുന്നത് ഏതോ ഒരു മൃഗശാല എങ്ങനെ പോണത് പോലെ തോന്നാം, ബാഗുകൾ ഉൾപ്പെടെ. ഈ സമുദായം എങ്ങനെയാണ് ഇങ്ങനെ അധപ്പതിച്ചത്? ഇതൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ നോക്കണ്ട, ഇതിന് പൈസ കൊടുക്കണത് ഞാനാണ്, എന്റെ പരസ്യം എന്റെ പേര് വെച്ചാൽ ഇത് ആരെ എഴുതുമ്പോ പറഞ്ഞോ? ഇല്ല, ഞാനാണ് ഇതിന് പൈസ കൊടുത്ത് എന്റെ പേര് എഴുതി വെച്ചാൽ ഇത് പറഞ്ഞില്ല. ഇല്ല, ആരൊക്കെയോ കെട്ടുന്ന ചരടിൽ തൂങ്ങി കളിക്കുന്ന കുഞ്ചിരാമന്മാരായി നമ്മൾ മാറുന്നുവോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആമീതി അന്നി ഖിറാമക്കി എടുത്തു മാറ്റത്. ഫൈനഹു ലാ തസാലു തസാവീരി തഅരിദു ഫീ സ്വലാത്തി. അതിലെ ചിത്രപ്പണികൾ എനിക്കിങ്ങനെ ഓർമ്മ വന്ന് സ്കെച്ചുകൊണ്ടിരിക്കുമ്പോൾ അണ്ടിന് പ്രിയപ്പെട്ടവർ വിചാരിക്കേണ്ടത് ഈ എഴുത്തുകുത്തുകളും ചിത്രങ്ങളുമുള്ള വസ്ത്രം ധരിക്കാതിരിക്കുക, ഇത് വാങ്ങിക്കൊടുക്കാതിരിക്കുക. മുമ്പിലും വേണ്ട, പിന്നിലും വേണ്ട. കാരണം നമ്മുടെ ഇബാദത്തുകൾക്ക് തടസ്സമാണത്. നമ്മുടേത് മാറ്റമല്ല, നമ്മുടെ പിന്നിൽ നിന്നും ചുറ്റുപാടുകളിൽ നമസ്കരിക്കുന്നവരുടെ നമസ്കാരങ്ങൾക്ക് പോലും പോയതിന് പ്രതിബന്ധമുണ്ടാക്കും. അത് അപ്പാപഭാരമെല്ലാം നമ്മൾ ഏറ്റുകൊടുക്കേണ്ടി വരും. ആ ആയത്ത് വീണ്ടും ഒന്ന് ഓതുക, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് അത് എന്നതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് വിശദമായ അറിവ് നമുക്കുണ്ടായിരിക്കണം. ഓരോന്നോരോന്നായി നമുക്ക് പറയണം. അതല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ആരാണോ നിങ്ങളുടെ ഉത്തരവാദപ്പെട്ടവർ, അറിയുമെന്നുള്ളവർ, നിങ്ങൾ പണം കൊടുത്ത് വളർത്തുന്നവർ, നാട്ടിൽ പിന്നെ കൊണ്ടു നടക്കുന്നവർ, പള്ളി മഹല്ലുകൾ കൊണ്ടു നടക്കുന്നവർ, ഇമാമുമാർ, മദ്രസയിലെ ഉസ്താദന്മാർ, പള്ളിയിലെ ഖത്തീബുമാർ, നമ്മുടെ നാട്ടിൽ ആരാണോ മതപരമായി അറിവുള്ളത് അവരെ കൊണ്ടത് പറയിപ്പിക്കണം, അവരോടത് ചോദിക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടെ പരലോകമാണല്ലോ. ലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും വനഹ്നു ലഹു മുഖ്ലിസൂൻ വനഹ്നു ലഹു ആബിദൂൻ എന്നൊക്കെ ഖുർആൻ പറഞ്ഞത്. നിങ്ങളായി നിങ്ങളുടെ പാടായി, ഞങ്ങളും ഞങ്ങളുടെ പാടും. ഞങ്ങൾ ഏതായാലും ഇഖ്ലാസോടുകൂടി അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാൻ തീരുമാനിച്ചവരാണ് എന്ന് നമ്മളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇഖ്ലാസ് ജീവിതത്തിൽ പാലിക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ വിധത്തിലുള്ള ആക്രമണങ്ങളിൽ നിന്നും, എല്ലാ വിധത്തിലുള്ള ഭയപ്പാടുകളും റഹ്മാനായ റബ്ബേ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും, വിശിഷ്യ മുസ്ലിമീങ്ങളെയും, നിസ്സഹായാവസ്ഥയിൽ കേഴുന്ന എല്ലാ മനുഷ്യരെയും കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അന്യായമായി ഈ സമുദായത്തിലെ ഏതെങ്കിലും ഒരു മെമ്പർക്ക് ലോകത്തെവിടെയെങ്കിലും അക്രമം നേരിടുന്നുവെങ്കിൽ അതിന്റെ കാരണക്കാരായവരെ ശപിക്കണമേ റഹ്മാനെ. അതിന് പിന്തുണ നൽകുന്നവർക്ക് ശക്തി നശിപ്പിക്കണമേ റഹ്മാനെ. അവരുടെ ഐക്യം തകർക്കണമേ റഹ്മാനെ. അവര് ആദ് സമൂഹ ഗോത്രങ്ങളെ ഒന്നുമല്ലാതാക്കിയതുപോലെ നമ്രൂദിനെ ഫിറഔനെ ഒന്നുമല്ലാതാക്കിയവനാണ് നീ. ഈ സമുദായത്തിന് മേൽ കുതിര കയറുന്നവരെ, അന്യായമായി ആക്രമിക്കുന്നവരെ പാഠം പഠിപ്പിക്കണമേ റഹ്മാനെ. ഇവർക്കെതിരെ ഇസ്ലാമിനും അതിന്റെ വക്താക്കൾക്കും അതിന്റെ നേതാക്കൾക്കും പണ്ഡിതന്മാർക്കും ഇസ്സത്ത് നൽകണമേ റഹ്മാനെ. തൗഹീദിനും സുന്നത്തിനും വേണ്ടി, ദീനുൽ ഇസ്ലാമിനും വേണ്ടി, വിശുദ്ധ ഖുർആനിന് വേണ്ടി, നിനക്ക് വേണ്ടി, നിന്റെ അന്തിമ പ്രവാചകന് വേണ്ടി ഒരുമിക്കാൻ ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങൾക്കും അതിന്റെ സംഘടനകൾക്കും രാജ്യങ്ങൾക്കും ഭരണാധികാരികൾക്കും തൗഫീഖ് നൽകണമേ റഹ്മാനെ. ഇസ്ലാമിന് നഷ്ടപ്പെട്ട ഇസ്സത്ത് തിരിച്ചെടുക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ. പാവപ്പെട്ട മുസ്ലിമീങ്ങളെ, പാവപ്പെട്ട പലസ്തീനികളെ, പാവപ്പെട്ട ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്ക് നേരെയും ഏതെങ്കിലും ഒരാൾക്ക് നേരെയെങ്കിലും കൈപൊങ്ങാത്ത വിധത്തിൽ ആ ആക്രമികളെ പാഠം പഠിപ്പിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ രോഗങ്ങൾ, ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ, ഞങ്ങളുടെ പ്രയാസങ്ങൾ, ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ശിഫയാക്കി നൽകണമേ റഹ്മാനെ.
ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഈമാനും ഇഖ്ലാസും നിലനിർത്തി തരണമേ റഹ്മാനെ. നിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കാനും മുത്തഖികളായി മരിക്കാനും തൗഫീഖ് നൽകണമേ റഹ്മാനെ. മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ മുഴുവൻ മുസ്ലിമീങ്ങളെയും വിശിഷ്യ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളെയും ഒരുമിപ്പിക്കണമേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾക്ക് ഞങ്ങളെ പിടികൂടല്ല റഹ്മാനെ. അവയുടെ കെടുതികളിൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അത്തരം ദുസ്വഭാവങ്ങളിലേക്ക് മടങ്ങാതെ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. സർവ്വവിധ പൈശാചികതകളിൽ നിന്നും പൈശാചിക സ്വാധീനങ്ങളിൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. നിന്റെ ശത്രുവും ഞങ്ങളുടെ ശത്രുവുമായ ഇബ്ലീസിനെ ഞങ്ങളിൽ നിന്ന് ബഹുഘാതം അകറ്റണമേ റഹ്മാനെ. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ തലപ്പത്ത് നിൽക്കുന്ന ഇസ്രായേലിനെ ഒന്നുമല്ലാതാക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ ഖാതിലിൽ കഫറത്തൽ യഹൂദ്, അല്ലാഹുമ്മ ഖാതിലിൽ കഫറത്തൽ യഹൂദ്, اللهم دمرهم اللهم زلزلهم اللهم اهزمهم يا رب العالمين اللهم فرق شملهم يا رب العالمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين وصلى الله وسلم.